അരുമ ശിഷ്യന്മാരെ, നിങ്ങളെ വിശ്വസിച്ച് ഗുരു താഴോട്ട് വരികയാണ്, കൈവിടരുത്. തോമ ഡ്രയർ തങ്കപ്പ അരിയും പഞ്ചസാര അടിച്ചു മാറ്റാം. ഗുരു പരമ തിരുവകൾ മേശ ഡ്രയർ ഊരിക്കൊണ്ടുപോയി. എന്തുവാടാ സ്റ്റേഷനറി? അയ്യോ മാറില്ല മാറില്ല. പഞ്ചസാര ഇവിടെ ഉണ്ട്, ഇഞ്ഞു വാ. തങ്കപ്പ ചാക്ക് ഇങ്ങോട്ട് വാ. അത്തപ്പാടിയാ? ആരവൻ? അവനോ? ബഹുമാനത്തോടെ സംസാരിക്കടാ. മഹാനല്ലേ മഹാൻ. കൊച്ചി പട്ടണത്തെ കിടകിട വിറപ്പിച്ച മോഷ്ടാവാണ്. ഒരു കണക്കിന് ഈ തൊഴിലിൽ എന്റെ ഗുരുവാണ് അദ്ദേഹം. ആ നിലക്ക് ഞങ്ങളുടെ ഗുരുവിന്റെ ഗുരു. ആ ഗുരു. ഞാൻ പണ്ട് പെരുമ്പള്ളിയിലെ പെരുന്നാളിന് കുരിശു മോഷ്ടിച്ച് സെൻട്രൽ ജയിലിൽ കിടന്നില്ലേ, അന്ന് ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്റെ കൂടെ. അയ്യോ തങ്കമായ മനുഷ്യനല്ലേ. അദ്ദേഹം ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താണെന്ന് കേൾക്കണോ? എടാ പോലെ കൊച്ചുണ്ണി, നീയും ശിഷ്യന്മാരും തകർത്തു വാരുന്നുണ്ടല്ലേ? ഞാൻ അറിഞ്ഞു. എന്റെ പരോള് കഴിയുന്നതിന് മുമ്പ് നീയും പിള്ളേരും കൂടെ കൊച്ചിക്കൊന്ന് വാടാ തെണ്ടി. സ്നേഹം കണ്ട. നമുക്കിവിടെ ഒരു കലക്ക് കലക്കാം. ചെലവല്ല എന്റെ വക എന്ന് നിന്റെ ഗുരു അട്ടപ്പാടി അന്ത്രു. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അട്ടപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അട്ടപ്പാടി അന്ത്രു, എന്റെ ഗുരു. കടലിൽ കൊള്ളയടിക്കാനുള്ള എന്താ ഉപ്പോ? എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടിരിക്കുന്നത്. ഒന്ന് മിണ്ടാതെ. എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. അന്ന് കിണ്ടല് കണക്കിന് സ്വർണ്ണം ഇവിടുന്ന് അങ്ങട്ട്, വെള്ളി അവിടുന്ന് ഇങ്ങോട്ട്, പെട്രോൾ ഇവിടുന്ന് അങ്ങട്ട്, എണ്ണ അവിടുന്ന് ഇങ്ങോട്ട്. ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽ കൊള്ളക്കാർ ആയിരക്കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വെറുതെ ഇരുട്ടത്തിരുന്ന് കായലിലോട്ട് നോക്കിയിട്ട് എന്ത് കാര്യം? അതെ, തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ബിയർ, കോഴി, നാടൻ. ഗുരുവിന്റെ പോക്കറ്റിന്റെ ആപ്പീസ് പൂട്ടിയെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് പൊക്കോട്ടെ. ഓണ പോക്കിൽ വല്ല ചായക്കടയോ മുറുക്കാൻകടയോ കുത്തി തുറന്ന് വൈ സ്ഥലം വിട്ടേക്കട്ടെ. എടാ അന്ത്രു, ഇങ്ങോട്ട് വാടാ. എടാന്നോ? എടാ കൊച്ചുണ്ണി, തനിക്ക് ഈടായിട്ട് കുറെ കൂടുന്നുണ്ട് കേട്ടോ. കൊച്ചുണ്ണി മുതലാളി എന്ന് വിളിയടാ. മുതലാളി മുതലാളി, തൊഴിലാളി തൊഴിലാളിയുമാണ്. താൻ കുറെ ദിവസമല്ല വണ്ടി ചരിച്ചോണ്ടിരിക്കുന്നു, ഒരു പണിയും നടക്കുന്നില്ലല്ലോ. ഇക്കണക്കിന് ഞാൻ തന്നെ പിരിച്ചുവിടുന്ന ലക്ഷണമുണ്ട്. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്, വേഗം ജോലി ചെയ്യടോ. ഉണ്ട് മടുത്തോനോട് ഉരുള വാങ്ങുന്നു, എണ്ണി മടുത്തോനോട് കാശ് വാങ്ങുന്നു. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചെരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കൊച്ചുണ്ണി മുതലാളി. അതൊക്കെ പണ്ട്. ഈ കോട്ടയം കൊച്ചുണ്ണിയുടെ വർഷാപ്പിൽ മുതലാളിത്തമേ നടക്കൂ. അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും. നിന്നോടും കൂടെ ഒക്കെ ഞാൻ പറഞ്ഞത്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇത് ഞാൻ തന്നെ തട്ടിപ്പോയനെ. നേത് വായനാണാവോ കളി കണ്ടേ? ഈ കഴുതക്കുട്ടി കൊച്ചുണ്ണി അവന്റെ ആശാന്റെ ഇതിൽ കൂടുതൽ ചെയ്യും സ്വപ്നത്തിൽ പോലും. ആശാനോ? താനോ? എന്തിന്റെ ആശാൻ? താൻ എന്താണ് അയാളെ പഠിപ്പിച്ചെന്ന് മര്യാദയ്ക്ക് പറയുന്നോ അതോ? അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ പറയാം, എന്നോട് ക്ഷമിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ട കാര്യം? ഡ്രൈവിംഗിന്റെ കൂടെ ഞാൻ കുറച്ച് മോഷണം കൂടി പഠിപ്പിച്ചു. അയ്യോ, പാട്ട